ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നടത്തിയ പ്രതികരണമാണ്. നിറത്തിൻ്റെ പേരിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു ഉന്നത വ്യക്തി നേരിട്ട് നടത്തിയ അധിക്ഷേപം, അതിനെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങളും ജനങ്ങളും പൗരപ്രമുഖരും എല്ലാം ചർച്ച ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇതുപോലെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം പിന്തുണയുമായി ശാരദാ മുരളീധരന് പിന്തുണയുമായി വരുമ്പോൾ ആരാണ് ചീഫ് സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ കറുത്തതാണ്, നിങ്ങളുടെ ഭരണം കറുത്തതാണ്, നിങ്ങളുടെ ഭർത്താവായിരുന്ന വേണുവിൻ്റെ കാലം വെളുത്തതായിരുന്നു എന്ന് പറഞ്ഞത്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കേരളത്തിൽ ഏറെ വിവാദപുരുഷനായി മാറിയ ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞത്. പക്ഷേ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ തയ്യാറല്ല. അവർ പറയുന്നത് തിരുത്തപ്പെടേണ്ടത് വ്യക്തിയല്ല, സമൂഹമാണ്. അതുകൊണ്ടാണ് അവർ ആ വ്യക്തിയെക്കുറിച്ച് പറയാത്തത്. പക്ഷേ എല്ലാവരും അന്വേഷിക്കുന്നത്, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഇത്രയും മോശമായ ഒരു കാര്യം ഉന്നതയായ ഒരു ഉദ്യോഗസ്ഥയുടെ, അതും ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന ശാരദയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്ന് പരസ്പരം ചോദിക്കുകയാണ്. അപ്പോൾ എഴുത്തുകാരനും സെലിബ്രിറ്റിയും ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുകയും ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥന് നേരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. അദ്ദേഹമാണ് ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് വിശ്വസിക്കുന്നവരാണ് IASകാരിൽ ഭൂരിപക്ഷവും. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ശാരദാ മുരളീധരന് മുമ്പ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അവരുടെ ഭർത്താവ് ഡോക്ടർ വേണുവായിരുന്നു, വേണുവായിരുന്നു. അപ്പോൾ വേണുവിൻ്റെ ഭരണകാലവും അത് കഴിഞ്ഞ് പിൻഗാമിയായി വന്ന ശാരദാ മുരളീധരൻ്റെ ഭരണകാലവും വിശേഷിപ്പിക്കാനാണ് ഇരുവരുടെയും നിറം കൂടി പരാമർശിച്ചുകൊണ്ട് കറുത്ത കാലവും വേണുവിൻ്റേത് വെളുത്ത കാലവും ആയിരുന്നു എന്ന് പറഞ്ഞത്. വളരെ സമർത്ഥമായി ഇത്തരം ഒരു പ്രയോഗം നടത്തണമെങ്കിൽ അത് അത്യാവശ്യം ബുദ്ധിയും എഴുത്തിൻ്റെ അസ്ഖ്യതയും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ സെലിബ്രിറ്റി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. അതാരുമായിക്കോട്ടെ, 4 വയസ്സുള്ളപ്പോൾ തൻ്റെ അമ്മയോട് ശാരദ ചോദിച്ചിരുന്നത്രേ, ഗർഭപാത്രത്തിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോയി ഒരു സുന്ദരിക്കുട്ടിയായി, വെളുത്ത കുട്ടിയായി വീണ്ടും എന്നെ പ്രസവിക്കുമോ എന്ന് അമ്മയോട് ചോദിച്ചിരുന്നു എന്നവർ ഇന്നലെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തു. ആലോചിച്ച് നോക്കൂ, ഇത്രയും പ്രഗത്ഭയായ, ഭരണത്തിൽ മിടുക്ക് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥ അവരുടെ കുട്ടിക്കാലത്ത് അമ്മയോട് ചോദിച്ച ഒരു ചോദ്യം ഇന്നും അവരുടെ മനസ്സിൽ ഒരു മുറിപ്പാടായി അവശേഷിക്കുന്നു എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഈ സംഭവങ്ങളെല്ലാം കേട്ടപ്പോൾ ഓർമ്മ വന്നത് വർണ്ണവിവേചനത്തിനെതിരെ, വർണ്ണവെറിക്കെതിരെ ആഫ്രിക്കയിലെ ഒരു പെൺകുട്ടി
വളരെ ചെറിയ പെൺകുട്ടി എന്ന് തന്നെ പറയാം കവിയത്രി. അവർ എഴുതിയ കവിതയിലെ വരികളാണ്. അതിങ്ങനെയാണ്: ആൻഡ് യു കോൾ മീ. ആ കവിയുടെ പേര് ആഗ്ര ആഗ്ര എന്നാണ്. ആഫ്രിക്കൻ കവിയാണ്. ആൻഡ് യു കോൾ മീ കളേർഡ് എന്നാണ് കവിതയുടെ പേര്. വെൻ ഐ വാസ് ബോൺ ഐ വാസ് ബ്ലാക്ക്. വെൻ ഐ വാസ് സാഡ് ഐ വാസ് ബ്ലാക്ക്. വെൻ ഐ വാസ് ഹോട്ട് ഐ വാസ് ബ്ലാക്ക്. വെൻ ഐ വാസ് സിക്ക് ഐ വാസ് ബ്ലാക്ക്. വെൻ ഐ വാസ് scared I was black. When you was born you was pink. When you was sad you was blue. When you was hot you was red. When you was sick you was green. When you was scared you was yellow. And you call me colored. ഇത്രയും ശക്തമായ ഭാഷയിൽ ഈ ആഫ്രിക്കയിലെ പെൺകുട്ടി എഴുതിയ കവിതയാണ് ഓർമ്മ വരുന്നത്. അനുഭവിക്കാത്തവർക്ക് ഇത് ചെറിയ കാര്യമായി തോന്നാം എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. അനുഭവിച്ചവർക്ക് പക്ഷേ അത് വലിയ കാര്യമാണ്. ഞാൻ കറുപ്പാണ്, അതിൽ സന്തുഷ്ടയാണ്. കറുപ്പിന് 7 അഴക് എന്നെല്ലാം ആശ്വാസവാക്കായി പറയേണ്ടതല്ല. കറുപ്പ് അഴക് തന്നെയാണ്. കറുപ്പിന് എന്താ കുഴപ്പം എന്ന് ആണ് ശാരദ മുരളീധരൻ ചോദിക്കുന്നത്. സിവിൽ സർവീസ് ട്രെയിനിങ് കാലത്ത് ആരംഭിച്ച പ്രേമബന്ധത്തിനെ തുടർന്നാണ് ഡോക്ടർ വേണുവും ശാരദയും വിവാഹിതരായത്. അപ്പോൾ വേണുവിൻ്റെ പൊക്കക്കുറവും തൻ്റെ കറുപ്പ് നിറവും ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമായിട്ടില്ല, തങ്ങളുടെ ബന്ധത്തിൽ അതൊരു അലോസരവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ശാരദയും പറയുന്നു, വേണുവും പറയുന്നു. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ പൊക്കക്കുറവാണ് ഉയരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വി വേണു സമർത്ഥമായി തൻ്റെ ഭരണകാലം പിന്നിട്ടത്. ശാരദാ മുരളീധരനാകട്ടെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരിക്കുമ്പോഴും കുടുംബശ്രീയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, സംഭാവനകൾ വളരെ വലുതായിരുന്നു. ഇവർ തമ്മിലുള്ള ഭരണപരമായ ശൈലീ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകും. ഭർത്താവായ വേണു ഭരിച്ചതുപോലെ തന്നെ ഭാര്യയായ ശാരദയും ഭരിക്കണം എന്ന് ആരും ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഭാര്യയായാലും ഭർത്താവായാലും അവർക്ക് അവരുടേതായ ഭരണരീതികളും മറ്റുമുണ്ടാവും. ആ വ്യത്യാസത്തെ അംഗീകരിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ സ്ഥിരം കുറ്റികളായ ഉദ്യോഗസ്ഥർ തയ്യാറാകേണ്ടത്. സെക്രട്ടേറിയറ്റിലെ ബഹുഭൂരിപക്ഷം ഉന്നത തസ്തികകളിലും ഇന്നും ഇരിക്കുന്നത് ഉന്നത കുല ജാതരാണ്. ഉപരിവർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ മാത്രം സ്ഥിതിയല്ല. കാലം ഇത്ര കഴിഞ്ഞിട്ടും നാരായണഗുരുവും മഹാത്മജിയും കണ്ടുമുട്ടിയ, വർക്കല ശിവഗിരിയിൽ കണ്ടുമുട്ടിയ 100-ാം വർഷം ആചരിക്കുന്ന സന്ദർഭത്തിലാണ് നിറത്തിൻ്റെ പേരിൽ ഉള്ള വിവേചനം സംസ്ഥാനം ഭരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് തന്നെ അനുഭവിക്കേണ്ടി വന്നത്. അന്ന് മഹാത്മജിയും നാരായണഗുരുവുമായി ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
ഒരു മരച്ചുവട്ടിൽ ഇരുന്നായിരുന്നു അവരുടെ സംഭാഷണം. അപ്പോൾ ആ മരത്തിലെ ഇലകൾ തന്നെ പലതും പല രൂപത്തിലാണല്ലോ എന്ന് മഹാത്മജി ചൂണ്ടിക്കാണിച്ചപ്പോൾ, എന്നാൽ ആ വലിയ ഇലയായാലും ചെറിയ ഇലയായാലും അതിനെല്ലാം ഒരേ രുചിയാണ് എന്ന് നാരായണ ഗുരു മറുപടി നൽകി. ആ മറുപടി മഹാത്മജി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അവഗണിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും തനിക്കുണ്ടായ ഈ ദുരനുഭവം സമൂഹത്തോട് വിളിച്ചു പറയാൻ ചീഫ് സെക്രട്ടറി ശാരദ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ്. അതിനവരെ പ്രാപ്തയാക്കിയത് തീർച്ചയായും കുടുംബം തന്നെയാണ്. മക്കളും ഭർത്താവായ ഡോക്ടർ വേണുവും നൽകിയ പിന്തുണ, ആ പിന്തുണയും സുഹൃത്തുക്കളുടെ പ്രേരണയും കൂടിയായപ്പോഴാണ് അവർ എല്ലാം സമൂഹത്തോട് തുറന്നു പറഞ്ഞത്. ആദ്യം പോസ്റ്റിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികരണങ്ങൾ വല്ലാതെ കൂടിയപ്പോൾ അവർ ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷേ വീണ്ടും വിശദമായി സോഷ്യൽ മീഡിയയിലൂടെ അത് പോസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ വേണുവും മക്കളും തന്നെയാണ്. അങ്ങനെയാണ് അവർ എല്ലാ കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങളുമായി പങ്കിട്ടത്. എന്തായാലും ദീർഘകാലം ചീഫ് സെക്രട്ടറിയായി ഇരുന്ന പല ആളുകൾക്കും ലഭിക്കാത്ത ഒരു വലിയ പിന്തുണയാണ് സ്ത്രീ എന്ന നിലയിൽ ശാരദ മുരളീധരന് ലഭിച്ചിരിക്കുന്നത്. കറുപ്പാണ് തൻ്റെ ശക്തി, താൻ കറുത്തിട്ടാണ് എന്ന് ധീരതയോടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ അവരെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കുകയാണ്. മുൻ സ്പീക്കറും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം എത്രയോ കാലമായി നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്ന് പറയാറുണ്ട്. പക്ഷേ കൊക്ക് വിളിച്ചാൽ കാക്കയാകുമോ എന്നെന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് രാധാകൃഷ്ണൻ ചോദിച്ചത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇങ്ങനെ പഴംചൊല്ല് പോലെ കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്ന് പറയുമ്പോൾ കാക്കയുടെ കറുത്ത നിറത്തെ തന്നെയാണ് നാം അധിക്ഷേപിക്കുന്നത്. അതേസമയം കൊക്ക് എത്ര കുളിച്ചാലും കാക്കയാവില്ല എന്ന യാഥാർത്ഥ്യത്തെ നാം വിസ്മരിക്കുകയും ചെയ്യുന്നു. അതാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാവട്ടെ തൻ്റെ അമ്മ കറുത്തിട്ടായിരുന്നു എന്ന കാര്യമാണ് നേരിട്ട് വിളിച്ച് ചീഫ് സെക്രട്ടറിയുമായി പങ്കുവച്ചത്. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ കേരളം ചീഫ് സെക്രട്ടറിയുടെ ഈ തുറന്നു പറച്ചിലിൻ്റെ പിന്നിൽ അണിനിരക്കുമ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ആരാണ് ഇത്രയും ഹീനമായ രീതിയിൽ ചീഫ് സെക്രട്ടറിയോട് ഇത്തരമൊരു ചോദ്യം ചോദിച്ചത്?